ഹായ്, സർവമായ കണ്ടോ? കണ്ടില്ലേ? കണ്ടില്ലേ? പോയി കാണേ. 100 കോടി 10 ദിവസത്തിനുള്ളിൽ. ഹായ് ഫ്രണ്ട്സ്, സർവമായ സൂപ്പർ ഫിലിമാണ്. ഈ കുറച്ച് അടുത്ത നാൾ ഇറങ്ങിയാൽ ഇത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള നല്ലൊരു ചിരിച്ചോണ്ട് നമുക്ക് സിനിമ ഫുള്ള് കാണാം. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ആ ഒരു ചെറിയ സ്മൈൽ എപ്പോഴും നമ്മുടെ മുഖത്ത് വരും, ഓട്ടോമാറ്റിക്കലി വരും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത്രയും നല്ല രീതിയിൽ പൊട്ടിച്ചിരിക്കാനുള്ള സീൻസ് അങ്ങനെയൊന്നും അല്ലേ പറയാം. പക്ഷെ നമുക്ക് എപ്പോഴും ചെറിയ സന്തോഷം. എന്നാൽ അതേസമയം സിനിമ കണ്ട് തീരുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു കണ്ണ് നനയും. എല്ലാം ഒരിക്കലും പേടി തോന്നാത്തൊരു പ്രേതം. അതവരെ പറഞ്ഞ പോലെ തന്നെയാണ്. കുട്ടികളായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും ആരായിട്ടും വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സിനിമ കാണാം. ഒരു രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അത്രയും സൂപ്പറായിട്ടാണ് അവരത് എടുത്തു വെച്ചേക്കുന്നത്. അഖിൽ സത്യൻ എന്ന ആള് സമ്മതിക്കുന്നത്. ആളാണ് ഇതിന്റെ റൈറ്റർ, പിന്നെ ഡയറക്ടർ, ആള് എഡിറ്റിംഗ് കൈവച്ചിട്ടുണ്ട്. അപ്പം ആള് അത് തുടങ്ങി അത് അവസാനം ഇതാകുന്നവരുടെ പ്രോസസ്സിൽ പുള്ളിയുടെ കൈയോട് വന്നപ്പോഴേക്കും അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. അത്രയും നല്ല രീതിയില്ല എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. ആ സത്യത്തെക്കാളും മകൻ തന്നെയാണ് ഈ സിനിമ കണ്ടാൽ മനസ്സിലായി. വേറെ ഡീഗ്രഡേഷൻ ആവശ്യമില്ല. അതുപോലെ എടുത്തു വെച്ചിട്ടുള്ള സിനിമ. നിവിൻ പോളി എന്ന ആക്ടറുടെ പൊട്ടൻഷ്യൽ വീണ്ടും മലയാള സിനിമയ്ക്ക് മനസ്സിലാക്കുന്നതിനാണ്. അത്രയ്ക്കും മാസീവ് റെസ്പോൺസ് ആണ് എല്ലായിടത്തും. അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ഒരിക്കലും 100 കോടിയോടെ എത്തത്തില്ല. അത് ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് ഒരു സിനിമ. മെയിൻ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. നിവിൻ പോളിയാണ് എപ്പോഴും. ഈ ഒരു ഗോസ്റ്റ് എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് എല്ലാവർക്കും ചുറ്റുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഈ സിനിമ ഉള്ളത്. അതിനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഒരുക്കാമെന്നാണ് നമ്മുടെ അസിസ്റ്റൻ ചെയ്തേക്കുന്നത്. അതിന് പുള്ളി പരിപൂർണമായിട്ടും ജീവിച്ചിട്ടുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. എക്സലന്റ് വർക്ക്. അതുപോലെ തന്നെ എന്റെ ക്യാമറമാൻ ശരൺ വേലായുധൻ, സൂപ്പർമാൻ, പിന്നെ മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ, ഒരു രക്ഷയില്ല. അതുപോലെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അജയ് കുമാർ ആൻഡ് അജയ് മേനോൻ. പിന്നെ ഇതിനകത്തുള്ള ബാക്കി ക്യാരക്ടേഴ്സ് റിയ ഷോപ്പു, അജു വർഗീസ്, പ്രീതി മുകുന്ദൻ, ജനാർദ്ദനൻ, മധു വാര്യർ, വിനീത്, എല്ലാവരും രക്ഷയില്ല. പിന്നെ അൽത്താഫിനൊക്കെ കുറച്ച് സീൻസ് വിഷമൊക്കെ വന്ന സീനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കോമ്പോ അജു ആൻഡ് നിവിൻ പോളി തന്നെയാണ്. ഞാൻ നമ്മൾ പറയുമ്പോഴും അവരെല്ലാം ശരിക്കുള്ള കോമ്പോ എന്ന് പറയുന്നത് നിവിൻ പോളി, റിയ ഷിബു എന്ന് പറയുന്ന ക്യാരക്ടേഴ്സാണ്. അജു വർഗീസ്, നിവിൻ പോളിയുള്ള സീൻസ് ഒക്കെ എല്ലാം സെറ്റാണ്, അടിപൊളിയാണ്. പക്ഷെ അതിലും സെറ്റായി എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തത് റിയ ഷിബുവിന്റെയും നിവിൻ പോളിയും തമ്മിൽ സീൻസാണ്. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും അവര് തമ്മിൽ ഒരു കണക്ഷൻ വന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഒരു ഗോസ്റ്റും ഒരു മനുഷ്യൻ തമ്മിലുള്ള അത്രയ്ക്ക് ആ രീതിയിലാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. റിയ ഷിബുവിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് സൂപ്പർ. പുള്ളി ഈ ആളെ കാസ്റ്റ് ചെയ്തതിനാണ് ഇത് ഏറ്റവും ടോപ്പ് മാർക്ക്. ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് തന്നെ മറ്റേ സുപീരിയറുള്ള ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ അതൊരു നാച്ചുറലി ചെയ്യണം. നാച്ചുറൽ അതിൽ അഭിനയിക്കാൻ ഒരിക്കലും ഫീൽ ആകാത്ത രീതിയിൽ. അതും ഒരു ഫസ്റ്റ് സിനിമ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ആളിൽ നിന്ന് മറ്റേ പ്രൊഡ്യൂസറാണെന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ ആളുടെ റീൽസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ അവർ ചെയ്തിരുന്ന ക്യാരക്ടർ അത് അവർക്കേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന രീതിയിലാണ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഒരു ആക്ടർ ഒരു കഴിവ്. അവരത് തെളിയിച്ചിട്ടുണ്ട്. എക്സലന്റ് ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിവിൻ പോളിയെ പോലെ നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നിയിരിക്കും. ആ ഒരു ക്യൂട്ട്നെസ്, ആ ഒരു നമ്മുടെ സ്വന്തം അടുത്ത വീട്ടിലെ കുട്ടി എന്ന ഒരു ഫീല് വരും. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടതിനെക്കാട്ടും കൂടുതൽ സിനിമ കഴിഞ്ഞപ്പോ നിവിൻ പോളിയുടെ ഈ സിനിമ വിജയിച്ചു, നല്ല സിനിമയാണ്, നല്ലപോലെ ഓടി കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നില്ലേ? ആ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഈ 10 ദിവസം കൊണ്ട് ഇത്ര കളക്ഷൻ കിട്ടാൻ കാരണം. നിവിൻ പോളി, ഈ ലവ് യു മാൻ, അഖിൽ സത്യൻ, താങ്ക് യു സോ മച്ച്. റിയ ഷിബു, ഇനിയും ഒരുപാട് സിനിമകൾ ഇങ്ങനെ കാണുന്ന ആഗ്രഹമുണ്ട്. എല്ലാ ഡയറക്ടേഴ്സിനെ വിളിക്കട്ടെ. ഞങ്ങൾക്ക് ഇതുപോലെ നല്ല ക്യാരക്ടേഴ്സ് കാണാൻ പറ്റട്ടെ. നല്ല സിനിമകൾ ഇനി ഉണ്ടാവട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കാര്യം ഒന്ന് പരിഗണിക്കുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.